ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. The aim to achieve the right things for the association and for the members welfare, അതിനുവേണ്ടിയാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. All my best wishes, എല്ലാ കാൻഡിഡേറ്റ്സിനും ബെസ്റ്റ് വിഷസ്. താങ്ക് യു ഹൈദരാബാദ്. താങ്ക് യു. അപ്പം രാജേട്ടാ, നമുക്ക് അമ്മയെക്കുറിച്ചൊന്ന് സംസാരിക്കാറുണ്ടല്ലേ? അമ്മ എന്താണ് അല്ലേ? അമ്മയെക്കുറിച്ച് പല ആളുകൾക്കും എങ്ങനെയാണ് അമ്മ തുടങ്ങിയത് ഇതൊന്നും അറിയില്ല. പുതിയ തലമുറയ്ക്കൊക്കെ നമ്മൾ അമ്മയെക്കുറിച്ചൊന്ന് പറഞ്ഞേ, അമ്മയുടെ ഒരു രൂപീകരണത്തെക്കുറിച്ച് എന്താണ് ഒന്ന് പറയൂ. അതായത് 1994 സുരേഷ് ഗോപി എൻ്റെ അടുത്ത് നിന്ന് വരുന്നു. ബാക്കിയുള്ളവർക്കെല്ലാം സംഘടനകളായിട്ടുണ്ട്, നമുക്ക് മാത്രം ഒരു സംഘടന ആയിട്ടില്ല, നമുക്കൊരെണ്ണം ഉണ്ടാക്കണം. ഒരാഴ്ചയായിട്ട് അത് ഇനിഷ്യേറ്റീവ് എടുക്കണം. 25,000 രൂപ വരുന്നു. 10,000 രൂപ ഞാൻ ഇടുന്നു, 10,000 രൂപ ഗണേഷ് കുമാർ ഇടുന്നു. ഈ പൈസ വെച്ച് ഞങ്ങൾ തിരുവനന്തപുരത്ത് പഞ്ചായത്ത് ഹാൾ എന്നൊരു ഹാളിൽ എല്ലാവരും വിളിച്ചു. അന്ന് 85 പേര് വന്നു. എല്ലാവരും, മമ്മൂട്ടി മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും വന്നു. നമ്മളൊരു സദ്യയൊക്കെ ആയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മീറ്റിംഗ് നടന്നു. അങ്ങനെയാണ് അമ്മ തുടങ്ങുന്നത്. അമ്മ തുടങ്ങിയപ്പോൾ അതിൻ്റെ സംഘടനയുടെ 1 നമ്പർ അംഗത്വം സുരേഷ് ഗോപിയും, അംഗത്വത്തിന് 2ാം അംഗത്വം എടുത്തിരിക്കുന്നത് ഗണേഷ് കുമാർ, KB ഗണേഷ് കുമാറും, 3ാമത് ഞാൻ മണിയമ്പിൾ രാജു. അങ്ങനെ ഈ സംഭവം തുടങ്ങി. നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ സജീവമായിട്ട് എല്ലാവരും കൂടെ കൂടി ഒരു ഷോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ തന്നെ പറഞ്ഞു നമുക്കൊരു ഷോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മളത് സംഘടിക്കുന്നു. ഗാന്ധിപതി ബാലൻ നമ്മൾ വിട്ടുപോയി. ഗാന്ധിപതി ബാലൻ ആ ഷോ ഏറ്റെടുക്കുന്നു. അങ്ങനെ തിരുവനന്തപുരം, എറണാകുളം, കാലിക്കറ്റ് 3 ഷോ നമ്മൾ നടത്തുന്നു. 3 വൻ വിജയം. അതാണ് ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ആദ്യത്തെ ഫണ്ട്. ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ആഭ്യത്തിൽ ഗാന്ധിപതി ബാലൻ്റെ ഒരു പടം ഇടേണ്ടതാണ്, വയ്ക്കേണ്ടതാണ്. അങ്ങനെ ചെയ്ത സേവനമാണ്. അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഒരു കാര്യം, ഞാൻ ഷോ ഗംഭീര ഷോ ആണ്. അമിതാഭ് ബച്ചൻ വന്നിരുന്നു, കമലഹാസൻ, വലിയ ഷോ ആയിരുന്നു. അതും ഇന്ന് ട്രിവാൻഡ്രത്താണെങ്കിൽ നാളെ എറണാകുളം, മറ്റൊന്ന് അതിൻ്റെ അടുത്ത ദിവസം കാലിക്കറ്റ്, കണ്ടിന്യൂസ് ഉണ്ടായിരുന്നു. ബാലനതിനകത്ത് സാമ്പത്തിക നഷ്ടം വന്നെങ്കിൽ അമ്മയ്ക്ക് അതുകൊണ്ടൊരു ഫണ്ടും ബേസും ഉണ്ടായി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള, ഞാൻ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് പല കമ്മിറ്റിയിൽ ഇരുന്നെങ്കിലും കഴിഞ്ഞ വർഷം മാത്രം ഞാൻ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു. ഈ പറഞ്ഞൊരു അപ്പോൾ എല്ലാം വേറെ പാനലുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. ഏറ്റവും കൂടുതൽ വോട്ടിന് വിജയിക്കുകയും ചെയ്തു. ഇപ്പോൾ തന്നെ ഇവിടെ വന്നപ്പോൾ എല്ലാം കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്ത് നിൽക്കാത്തത്. ഞാൻ പറഞ്ഞു നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. നമ്മളെന്തായാലും ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുണ്ട്. ഇതിൻ്റെ ഓരോ ഷോയുടെ കാര്യത്തിനും ഇതിൻ്റെ ഓരോ കാര്യത്തിനൊക്കെ നമ്മൾ നിൽക്കും. പക്ഷേ ഈ പറഞ്ഞൊരു ഇലക്ഷൻ നിൽക്കണമെന്നില്ല. അങ്ങനെയാണ് ഇലക്ഷൻ വന്നത്. ഇലക്ഷനിൽ ഇപ്രാവശ്യം ധാരാളം പുതുമുഖങ്ങളുണ്ട്. നോക്കട്ടെ, അമ്മയുടെ കാര്യങ്ങൾ ആരൊക്കെ വിചാരിച്ചാൽ നിയന്ത്രിക്കാൻ പറ്റുന്ന അംഗങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഞാൻ പോലും ഇപ്പോൾ ഒരാൾ നമ്മൾ 3,000 രൂപ കൊടുക്കുകയാണ്, എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. പക്ഷേ അവൻ അവിടെ 3,000 രൂപ മനസ്സിൽ അവിടെ ചെല്ലുമ്പോൾ ഇതല്ല മറ്റേ നാട്ടിലെ ഏത് അവിടെ ചെല്ലുമ്പോൾ അവൻ്റെ മനസ്സാക്ഷിയുണ്ട്. ഇവിടെ നിന്ന് ജയിച്ചാൽ ഈ നാട്ടിന് ഗുണം, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഗുണമുള്ള ഒരാളാണ്. നമുക്ക് പൈസ എന്ന ആളാണോ മറ്റേ ആളാണോ? മറ്റേ ആൾ വന്നാലും നന്നാവില്ല. ആരറിയാൻ വേണം അയാൾ മറ്റേ ആൾക്ക് വോട്ട് ചെയ്യുള്ളൂ. 3,000 രൂപ വാങ്ങിച്ചൊന്നും അങ്ങനെ വിലക്കെടുത്തൊന്നും ഇലക്ഷൻ ചെയ്യാൻ പറ്റില്ല. ചെയ്യുന്നവരുണ്ടായിരിക്കും ഒരു ചെറിയ പെർസെൻറ്റേജ്. അപ്പോൾ അമ്മയിലിപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ അംഗങ്ങൾ കൂടി. അന്ന് നമ്മൾ തുടങ്ങുമ്പോൾ 110 പേരായി. അങ്ങനെ കൂടി ഇപ്പോൾ ഏതാണ്ട് 400-ന് മുകളിലായില്ലായിരുന്നു. 506 118 പേർക്ക് നമ്മൾ കൈനീട്ടം കൊടുക്കുന്നുണ്ട്. എല്ലാ വർഷവും ഇൻഷുറൻസ് നല്ല കാര്യങ്ങൾ പോകുന്നുണ്ട്. ബാബുവും കഴിഞ്ഞ 25 വർഷമായിട്ട് നല്ല സേവനമാണ് കാണിച്ചത്. പിന്നെ നമ്മുടെ ഒരു സക്സസിൻ്റെ ബലം എന്ന് പറയുന്നത് കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മുടെ പ്രസിഡന്റ് മോഹൻലാലായിരുന്നു. നമ്മൾ എവിടെ ചെന്നാലും ഒരു പ്രസൻറ്റ് എവിടെയാണ്. മോഹൻലാലിനെ കൊണ്ടുപോയാൽ നമ്മുടെ ആളല്ലേ, അതൊരു നോ വരത്തില്ല. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ടുണ്ട്. ഇനിയും പ്രസിഡന്റ് പുള്ളി ആയതുകൊണ്ട് തന്നെ ഇത് സംഘടന കൂടുതൽ ശക്തിപ്പെടുത്തുകയുള്ളൂ. ഇനി ഇതാ കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും ഷോകൾ വരുന്നുണ്ട്. കാര്യം മിനിമം 6 കോടി ഇല്ല ഇത് അമ്മയ്ക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല. ഇത്രയും പേരെ കൈനീട്ടം, ഇൻഷുറൻസിൻ്റെ തുക തന്നെ 2-2.5 കോടി രൂപ അടയ്ക്കും. 3 കോടി രൂപ അടച്ച വർഷങ്ങളുണ്ട്. അത് വേണം. പിന്നെ ഓഫീസ് എക്സ്പെൻസ്, അവരുടെ ശമ്പളം, കറണ്ട് ബില്ല്, ബിൽഡിംഗ് കാര്യം എല്ലാം കൂടെ ആകുമ്പോൾ ഇത്രയും പൈസ. അപ്പോൾ അതിന് നമുക്ക് ഷോ അനിവാര്യമാണ്. അങ്ങനെ ഇപ്പോൾ ഷോകളൊന്നും നടക്കുന്നില്ല. ദുബായിലും ഇവിടെയൊന്നും നടക്കുന്നില്ല. പക്ഷേ എന്നാലും മോഹൻലാൽ ഉള്ളതുകൊണ്ട് നമ്മൾ പലയിടത്തും പറഞ്ഞിട്ട് ഓൾറെഡി 2-3 ഷോകളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഗംഭീരമായിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് അമ്മ തുടങ്ങി. അമ്മ എന്നുള്ള പേരിട്ടത് പക്ഷേ മുരളിയാണ്. ഈ സംഘടനയ്ക്ക് എന്ത് പേര് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എഴുതി അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് അമ്മ എന്ന് കണ്ടുപിടിച്ചത് മുരളിയാണ്. അന്തരിച്ച മുരളിയാണ് ആ പേരിട്ടത്. ഒത്തിരി സന്തോഷം അമ്മയെക്കുറിച്ച്. അതെ, എന്നല്ല പുതിയ ജനറേഷനിൽ ഈ അമ്മയുള്ള മെമ്പേഴ്സിനും പലർക്കും ഇത് അറിയില്ല. അതും കൂടെ കൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. തീർച്ചയായിട്ടും അമ്മയെക്കുറിച്ച് ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇടയ്ക്കെങ്ങും വരും കേട്ടോ. അപ്പോൾ ഈ പ്രോഗ്രാം പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഞാൻ പറഞ്ഞ ജെയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസാണ് ഈ പ്രോഗ്രാം നിങ്ങൾക്ക് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം പവർബിയായിട്ട് നീതൂസുണ്ട്, മൈച്ചിയുണ്ട്. അപ്പം നമ്മൾ ഇലക്ഷൻ്റെ ചൂടിലേക്ക് പോകുന്നു. നമ്മൾ ആളുകളെ കാണാനുണ്ട്. ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം
ജയസൂര്യ ഉൾപ്പെടെ ഉള്ളവർ വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പം എല്ലാവരും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ തവണത്തെ മെമ്പറാണ് ജയസൂര്യ. ഇത്തവണ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ജയസൂര്യ ഇപ്പം വരുന്ന വോട്ട് ചെയ്യാൻ ജയസൂര്യ ഒത്തിരി സന്തോഷം. അമ്മയുടെ മീറ്റിംഗിലേക്ക് എത്തിക്കാണ് അല്ലേ? അമ്മയുടെ മീറ്റിംഗിൽ എത്തിക്കാണ് ജയസൂര്യ. അതിൻ്റെ കാര്യങ്ങൾക്ക് പോകുന്നു. ഇവരെല്ലാവരും കൂടെ എന്താണ് പറയൂ? സംസ്ഥാന അവാർഡ് വാങ്ങിയിട്ട് ഇന്നൊരു മൊമെന്റോ ഒക്കെ ഏറ്റുവാങ്ങാൻ വന്നിരിക്കുകയാണ്. ഇന്നൊരു അവാർഡ് കിട്ടും. വീണ്ടും പുറത്താ വന്നേക്കണം. കിട്ടും, ഉറപ്പായിട്ടും അമ്മ തരും. അമ്മ എങ്ങനെയാണ്? അതെ അതെ. അമ്മ എങ്ങനെയാണ് പറയൂ? എവിടെ നിന്നാണ് എത്തിയത്? ഞാൻ കാസർഗോഡ് തന്നെ വരുന്നത്. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. അവാർഡ് വാങ്ങിയിട്ട് നമുക്ക് കാണണം. ഓക്കെ ഓക്കെ തീർച്ചയായും. വോട്ടുകൾ പോവാണോ? അയ്യോ മറക്കില്ല. എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ, പറഞ്ഞില്ലേലും വോട്ടുണ്ട്. ആ വോട്ട് ഉറപ്പിച്ചോ? അതെനിക്ക് ചോദിച്ചില്ലല്ലോ. സമയങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് വേറെ ആളെ വിളിക്കാം. നമുക്ക് പുതിയ തലമുറ വരണമല്ലോ അമ്മ. വരണം, അതിന്റെ ഒരു സന്തോഷമുണ്ട്. തീർച്ചയായും പുതിയ തലമുറ വരണമെന്ന് നേരത്തെ ആഗ്രഹിച്ചത്. പുതിയ തലമുറ വരട്ടെ അല്ല അമ്മേ? പുതിയ തലമുറയൊക്കെ ഒന്ന് വേണ്ടേ? പിന്നെ അത്യാവശ്യമല്ലേ, അവർക്ക് ഇതൊക്കെ ഒന്ന് അമ്മ എന്താന്നുള്ളത് പഠിക്കട്ടെ. അവര് പഠിക്കണ്ടേ, പ്രായമായിട്ടുള്ളവരൊക്കെ മാറി നിൽക്കട്ടെ. അതെ അതെ, ഉത്തരവാദിത്വം. അതെ അതെ. അത് മാത്രമല്ല, മാമിനൊക്കെ ഞാൻ വിളിച്ചപ്പോൾ മാം പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, പെൺകുട്ടികൾ വരണം, മുന്നോട്ട് വരണം, ഉറപ്പായിട്ടും പെൺകുട്ടികൾ നിൽക്കുകയാണെങ്കിൽ ഞാൻ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞ ഒരാളാണ്. ഇതാണ് അൻസിബിക്ക് വോട്ട് പിടിക്കുകയാണെന്ന്. അപ്പം ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ രജിസ്ട്രേഷൻ ഓക്കെ അല്ലേ? ഓക്കെ സന്തോഷം. പിന്നെ നല്ല 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 കാൻഡിഡേറ്റ്സ് വരട്ടെ, അമ്മയ്ക്ക് സ്ട്രെങ്ത് ഉണ്ടാവട്ടെ. വരുന്നവരെല്ലാം അമ്മയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവരായിരിക്കണം. അത് തന്നെ, അതാണ് അമ്മയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവരെ. ഉറപ്പായിട്ടും അമ്മയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവരായിരിക്കണം. അത് തന്നെയാണ്, അമ്മയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവർ വരണമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എവിടെ വോട്ട് ചെയ്യാൻ എത്തിയായിരിക്കും അല്ലേ? ഇതൊക്കെ നമ്മുടെ സ്വന്തം വോട്ടുകൾ വർഷങ്ങളായിട്ട് ഇനി ചോദിച്ചുള്ളത് പോകും. അപ്പൊ ഇങ്ങനെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു. ജെയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ, പവേർഡ് ബൈ മൈജി ഫ്യൂച്ചർ, India's #1 language academy, Neetu's Academy.